ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രശസ്തമായ മാടായി പാറയിലാണുള്ളത്. ഇന്ന് കർക്കിടകം 16, കാറും കോളും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ കർക്കിടകം 16 16-ാം നാൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വർഷങ്ങളായി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല, ഈ ദിവസം ഇങ്ങനെ ഒരു മഴ ഉണ്ടാവാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാനുള്ളത് മാടായിക്കാവ് ശ്രീ തിരുവർകാട്ട് ദേവി ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് പിറകിലുള്ള കാവ് പരിസരത്താണ്. മാടായിപ്പാറയിൽ നിന്ന് മഴ നനയുന്നതിനേക്കാൾ മനോഹരമായ ഒരനുഭവം നമുക്ക് ഉണ്ടാവുകയില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ തൊട്ട് പിറകിൽ കാണുന്ന കാവും കാവിൻ്റെ ഭാഗമായി കാണുന്ന കാടും ആണ് ഉള്ളത്. 600-ഓളം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന ഭൂമികയായിരുന്നു കാവിൻ്റേതായിട്ട്. എന്നാൽ നാമമാത്രമായ ചില ഏക്കറുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കാവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ വിദൂഷകൻ രാമൻ നായർ ഈ കാവിൻ്റെ ഒരു കാര്യസ്ഥനായിരുന്നു എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടറിഞ്ഞിട്ടുണ്ട്. മുണ്ടയാടൻ രാമൻ നായർ എന്ന വിദൂഷകൻ രാമൻ നായർ, നാടകത്തിലൊക്കെ വിദൂഷക വേഷം കെട്ടിയിരുന്ന രാമൻ നായർ, അദ്ദേഹം ഇവിടുത്തെ കാര്യസ്ഥനായിരുന്നു എന്ന കാര്യമൊക്കെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. വളരെ വർഷമായി ഞാൻ ഈ മാരിത്തെയ്യം കാണണമെന്ന് ആഗ്രഹിക്കുന്നു. മാരിത്തെയ്യം കാണാൻ കൂടിയാണ് ഞാനിപ്പോൾ മാടായിക്കാവിൽ ഇന്ന് വന്നത്. ഒറ്റയ്ക്കുള്ള യാത്രയാണ്. പ്രകൃതി മനോഹരമായ മാടായിപ്പാറയിൽ കുറച്ചു നേരം ചിലവഴിച്ചു പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി, നിങ്ങൾ കൂടി ഇനിയുള്ള വർഷങ്ങളിലൊക്കെ ഇതുപോലുള്ള അവസരങ്ങളിൽ മാടായിപ്പാറയിൽ വന്ന് മഴ നനയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.